ഇന്ത്യയുടെയും USA സിവിൽ കോർപ്പറേഷൻ്റെ ഭാഗമായിട്ട് നടത്തുന്ന ഒരു സംയുക്ത സംരംഭമാണ് ഈ നിസാർ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന നാസ ISRO സിന്തറ്റിക് അപ്പർച്ചർ റഡാർ എന്ന് പറയുന്ന ഈ പുതിയ സാറ്റലൈറ്റ് സംവിധാനം. ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ലോഞ്ചുകളിലൊന്നാണ്, മിഷനുകളിലൊന്നാണ്. കാരണം ഇതുവഴി നമുക്ക് കിട്ടുന്ന ഒബ്സർവേഷൻസ് അല്ലെങ്കിൽ നിരീക്ഷണങ്ങൾ എന്ന് പറയുന്നത് നമ്മളുടെ ഭൂമിയുടെ നാച്ചുറൽ റിസോഴ്സസിനെ ഏറ്റവും കാര്യക്ഷമമായിട്ട് ഉപയോഗിക്കുക എന്നതാണ് ഒന്ന്. അതിനേക്കാൾ പ്രധാനമെന്ന് പറയുന്നത് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ മനുഷ്യൻ്റെ ഇടപെടലുകൾ കൊണ്ടോ സ്വാഭാവികമായിട്ട് പ്രകൃത്യാ സംഭവിക്കുന്നതോ ആയിട്ടുള്ള ഡിസാസ്റ്ററുകളെ മുൻകൂട്ടി മനസ്സിലാക്കാൻ ഒതുങ്ങുന്ന രീതിയിലുള്ള ഒരു നിരീക്ഷണ സംവിധാനമാണ് ഈ നിസാർ എന്ന് പറയുന്ന സാറ്റലൈറ്റ് സംവിധാനത്തിലൂടെ നമുക്ക് കൈവന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മുടെ ഭൂമിയുടെ ഏറ്റവും പുറം പാളിയായിട്ടുള്ള എർത്തിൻ്റെ ക്രസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് സാധാരണഗതിയിൽ മിക്കവാറും ഒരു മൂവ്മെൻറ്റിൽ അല്ലെങ്കിൽ ഒരു ചലനത്തിലിരിക്കുന്ന ഒരു ഭാഗമാണ് ഈ ഭൂമിയുടെ ഏറ്റവും മുകളിലത്തെ ഈ ക്രസ്റ്റ് എർത്തിൻ്റെ ക്രസ്റ്റ് എന്ന് പറയുന്ന ഭാഗം. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ വോൾക്കാനിക് എറപ്ഷൻസ്, അതായത് അഗ്നിപർവ്വത സ്ഫോടനങ്ങളും ലാൻഡ് സ്ലൈഡുകൾ, അതുപോലെ ഭൂമികുലുക്കങ്ങൾ, ഇങ്ങനെയുള്ള ഈ ദുരന്തങ്ങൾ വരുന്ന ഒരു ഭൂമിയുടെ പ്രത്യേക ഭാഗമാണ് നമ്മുടെ എർത്തിൻ്റെ ക്രസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ മൂവ്മെൻറ്റ് സ്ഥിരമായി നമുക്ക് അതിൻ്റെ ഹൊറിസോണ്ടൽ മൂവ്മെൻറ്റും വെർട്ടിക്കൽ മൂവ്മെൻറ്റും സ്ഥിരമായി നിരീക്ഷിക്കാനുള്ള ഒരു സംവിധാനമാണ് ഇതുവഴി കൈവന്നിരിക്കുന്നത്. അതുകൊണ്ട് എന്താണ് നമുക്ക് ഉപകാരമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അഗ്നിപർവ്വത സ്ഫോടനം ഉണ്ടാകുന്നതിന് മുമ്പുള്ള ഭൂമിയുടെ ചലനങ്ങളിലുള്ള വ്യത്യാസങ്ങൾ കാലേക്കൂട്ടി അറിയാൻ പറ്റും. ഭൂമികുലുക്കം ഉണ്ടാകുന്നതിന് മുൻപുള്ള ഈ ചലനങ്ങൾ നേരിട്ട് അറിയാൻ പറ്റും. അപ്പോൾ അതുപോലെ പഴയ നിർമ്മിതികളുമൊക്കെ ഉണ്ടെങ്കിൽ അതിനെന്തെങ്കിലുമൊക്കെ നാശനഷ്ടങ്ങൾ വരാൻ സാധ്യതയുണ്ടെങ്കിൽ അതറിയാൻ പറ്റും. അപ്പോൾ അതുവഴി നമുക്ക് കാലേക്കൂട്ടി കിട്ടുന്ന ഇൻഫർമേഷൻ കൊണ്ട് നമ്മുടെ ഡിസാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റിനും അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിംഗ് അതോറിറ്റികൾ അല്ലെങ്കിൽ ഇതുപോലെ അഡ്മിനിസ്ട്രേറ്റീവ് ഏജൻസികൾക്കെല്ലാം ഈ ഇൻഫർമേഷൻ പ്രോസസ്സ് ചെയ്തുകൊണ്ട് ഈ ദുരന്തങ്ങൾ ഉണ്ടാവുന്നതിന് മുമ്പ് എടുക്കാവുന്ന എല്ലാ നടപടിക്രമങ്ങളും കാലേക്കൂട്ടി ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതുകൊണ്ടുള്ള ഏറ്റവും മെച്ചപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഒരു പ്രയോജനം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഭൂമിയെ 12 ദിവസത്തിൽ 2 പ്രാവശ്യം വലം വയ്ക്കുന്ന രീതിയിലാണ് ഈ സാറ്റലൈറ്റ് മൂവ് ചെയ്യുക. അന്റാർട്ടിക്ക ഉൾപ്പെടെയുള്ള ഭൂമിയുടെ ഒട്ടുമിക്കവാറും പ്രദേശങ്ങൾ ഈ സാറ്റലൈറ്റിൻ്റെ നിരീക്ഷണത്തിന് കീഴിൽ വരും. അപ്പോൾ അതുകൂടാതെ നമ്മുടെ ഫോറസ്റ്റിൻ്റെ കനോപ്പിയിലുള്ള ചേഞ്ച്, നമ്മുടെ മൊത്തത്തിലുള്ള ബയോമാസ്, അതായത് കൃഷിസ്ഥലങ്ങളും ഫോറസ്റ്റ് അതുപോലെ എല്ലാ സ്ഥലങ്ങളുടെയും നിരന്തരമായ നിരീക്ഷണം കൊണ്ട് ഇവയിൽ വരുന്ന മാറ്റങ്ങൾ നമുക്ക് കൃത്യമായിട്ട് നിരീക്ഷിച്ചറിയാൻ പറ്റും. വളരെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കാൻ ഉതകുന്ന രീതിയിൽ വളരെ ഹൈ റെസൊല്യൂഷനിലാണ് നമുക്കിതിൻ്റെ ഒബ്സർവേഷൻസ് കിട്ടുക. അപ്പോൾ ഇതും മറ്റുള്ള സാറ്റലൈറ്റ് അല്ലെങ്കിൽ നിരീക്ഷണ സംവിധാനങ്ങളിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷനും കൂടി ഒന്നിച്ച് പ്രോസസ്സ് ചെയ്തുകൊണ്ട് വളരെ മെച്ചപ്പെട്ട രീതിയിൽ കാര്യക്ഷമമായ രീതിയിൽ നമ്മുടെ പ്രകൃതി നാച്ചുറൽ റിസോഴ്സുകളെ നമ്മൾക്ക് മാനേജ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഈ ദുരന്ത സാധ്യതാ മുന്നറിയിപ്പുകൾ നമുക്ക് കാലേക്കൂട്ടി കിട്ടും എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. പിന്നീട് നമുക്ക് ഇപ്പോൾ കാലാവസ്ഥ വ്യതിയാനം കൊണ്ടുണ്ടാകുന്ന പല പ്രശ്നങ്ങളും നമ്മൾ അടിക്കടിയുള്ള ദുരന്തങ്ങൾ, അതായത് ഹരിക്കെയിൻ അല്ലെങ്കിൽ ട്രോപ്പിക്കൽ സൈക്ലോൺസ്, ശക്തിയായിട്ടുള്ള മറ്റ് എക്സ്ട്രീം വെതർ ഇവൻറ്റ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് കൃത്യമായിട്ട് കാര്യക്ഷമമായിട്ട് മോണിറ്റർ ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഇതിൻ്റെ മറ്റൊരു പ്രയോജനമാണ്. അപ്പോൾ ഈ ഗ്ലേഷ്യേഴ്സിൻ്റെ എന്താ പറയുക, ഏരിയൽ എക്സ്റ്റൻഷൻ കുറയുക അല്ലെങ്കിൽ ഗ്ലേഷ്യേഴ്സ് ചുരുങ്ങിപ്പോവുക, അന്റാർട്ടിക്കയിലെ മഞ്ഞുരുക്കം, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മളുടെ ഈ കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പം ഇവയെല്ലാം കൃത്യമായി നിരീക്ഷിക്കുന്നത് കൊണ്ട് ഇതുകൊണ്ട് എന്ത് വിപരീത അനുഭവമാണ് അല്ലെങ്കിൽ നമ്മളെ ഏത് രീതിയിൽ നമ്മുടെ സ്വത്തിനെയും സമ്പത്തിനെയും നമ്മളുടെ സേഫ്റ്റിയെയും ഇതെല്ലാം എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളത് ശാസ്ത്രജ്ഞർക്കും ഡിസിഷൻ മേക്കേഴ്സിനും എല്ലാം ഉപയോഗിക്കുന്ന രീതിയിലേക്കുള്ള ഇൻഫർമേഷൻ വളരെ കൃത്യതയോടെ വളരെ ഉയർന്ന ഫ്രീക്വൻസിയിൽ നമുക്ക് വളരെ കൂടുതൽ പാസുകൾ ഈ സാറ്റലൈറ്റ്സ് ഉള്ളതുകൊണ്ട്
കൂടുതൽ ഇൻഫർമേഷൻ നമ്മൾക്ക് കിട്ടും എന്നുള്ളതാണ് ഈ ഒരു മിഷൻ്റെ മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ലോകത്തിലെ തന്നെ വളരെ സൂക്ഷ്മതയാർന്ന അല്ലെങ്കിൽ കൃത്യതയാർന്ന ഒരു നിരീക്ഷണ സംവിധാനമാണ് നിസാർ കൊണ്ട് നമുക്ക് കൈവന്നിരിക്കുന്നത്. നിസാറിൻ്റെ ഒരു സവിശേഷത എന്ത് പറഞ്ഞാൽ പകലും ഇതൊരു റഡാർ സംവിധാനമാണ്. ബേസിക്കലി സാറ്റലൈറ്റിന് മുകളിൽ നമ്മൾ ഘടിപ്പിച്ചിരിക്കുന്ന റഡാറുകളാണ്. 2 റഡാറുകളാണ് ഉള്ളത്. ഒന്ന് ISROയുടെയും ഒന്ന് നാസയുടെയുമാണ്. അപ്പോൾ ഈ അതായത് ഒരു റേഡിയോ സിഗ്നൽസ് നമ്മൾ ഈ റഡാർ സംവിധാനം അയച്ച് അത് ഭൂമിയിലെത്തി തട്ടിത്തിരിച്ച് സാറ്റലൈറ്റിലേക്ക് എത്തുന്നു. ആ ഇൻഫർമേഷൻ അതിൻ്റെ കളക്ട് ചെയ്യപ്പെടുന്നു. ഇതാണ് ഇതിൽ സാധാരണ ഒരു റഡാറിൽ സംഭവിക്കുന്ന പോലെ തന്നെയാണ്. ഈ സിന്തറ്റിക് അപ്പർച്ചർ റഡാർ എന്ന് പറയുന്ന സംവിധാനം 1950കളുടെ ആദ്യഘട്ടത്തിൽ തന്നെ നിലവിലുള്ളതാണ്. സമുദ്രോപരിതലം നിരീക്ഷിക്കാനും മറ്റുമായിട്ട് ഇത് ഓൾറെഡി നമ്മളുടെ എന്താ പറയുക പല സാറ്റലൈറ്റ് സംവിധാനങ്ങളും ഉപയോഗിക്കുന്ന ഒരു സങ്കേതമാണിത്. ഇതിൻ്റെ പ്രത്യേകത എന്താ പറഞ്ഞാൽ ഈ റഡാർ സംവിധാനമായതുകൊണ്ട് രാത്രിയും പകലും മേഘങ്ങളുള്ളപ്പോഴും ഒക്കെ നമുക്ക് ഈ നിരീക്ഷണത്തിന് ഒരു തടസ്സവും കൂടാതെ ഒബ്സർവേഷൻസ് കിട്ടും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. പിന്നെ ചെറിയ മഴയും ഇതിനൊരു പ്രശ്നമാവില്ല. വലിയ രീതിയിലുള്ള മഴയും ഒക്കെ ഉള്ളൂ ഈ വിടുന്ന സിഗ്നൽസിനെ ചെറിയ രീതിയെങ്കിലും ഒന്ന് സ്കാറ്റർ ചെയ്യുകയോ അല്ലെങ്കിൽ അതിനെ നശിപ്പിച്ച് കളയുകയോ ചെയ്യുള്ളൂ. അതുകൊണ്ട് എല്ലാ കാലാവസ്ഥയിലും ഒരേപോലെ രാത്രിയിലും പകലും ഒരേപോലെ ഉപയോഗിക്കാവുന്നൊരു അഡ്വാൻറ്റേജ് കൂടി ഈ നിസാർ സംവിധാനത്തിനുണ്ട്. പിന്നെ ആദ്യം സൂചിപ്പിച്ച പോലെ വളരെ ദുരന്തങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള രീതിയിലുള്ള വലിയ ലാൻഡ് സ്ലൈഡ്സും അല്ലെങ്കിൽ നമ്മളെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും ലാൻഡ് സ്ലൈഡ്സ് ആണ് ഏറ്റവും മേജറായിട്ടുള്ള ഒരു ദുരന്തം എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. കുലുക്കത്തെക്കാളും ഒക്കെ ലാൻഡ് സ്ലൈഡ്സ് ആണ് കേരളത്തെ ഏറ്റവും കൂടുതൽ കാര്യമായിട്ട് ബാധിക്കുന്ന ഒരു പ്രകൃതി ദുരന്തം എന്ന് പറയുന്നത്. അപ്പോൾ മേജർ ആയിട്ടുള്ള ലാൻഡ് സ്ലൈഡ്സിനെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ റഡാറിൻ്റെ അല്ലെങ്കിൽ ഈ നിസാർ സംവിധാനത്തിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് പ്രൊജക്റ്റ് ചെയ്യപ്പെടുന്നത്.